ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ എനിക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നിങ്ങളുടെ വ്ളോഗറിന് സുഖമില്ലായിരുന്നു. എന്നാലും ബിഗ് ബോസിലെ വിശേഷങ്ങൾ ഞാൻ ചുരുക്കി പറയാം. നമ്മുടെ രേണുസുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് പറ്റി അവിടെ സംസാരം നടന്നു. അപ്പോൾ അക്ബറിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ആ സംസാരം നടന്നത്. അതായത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും റെപ്രസെൻറ്റേഷൻ അവകാശം നിങ്ങൾ എടുക്കണ്ട എന്നും അങ്ങനെയൊക്കെ പറഞ്ഞാണ് തർക്കമായത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതൊരു ആത്മാർത്ഥതയുള്ള മാപ്പൊന്നും അല്ലാന്ന്. അതുപോലെ തന്നെ ബാഡ്ജ് കയ്യിലുള്ളവർ ആ ബാഡ്ജ് കയ്യിൽ വെക്കാൻ എങ്ങനെ യോഗ്യരാണെന്നൊരു ഡിബേറ്റ് സംവാദത്തിൽ ജിസയിലിന് തൻ്റെ ബാഡ്ജ് നഷ്ടമാകുന്നു. അതോടുകൂടി ജിസലിന് ഫുൾ ടെമ്പർ തെറ്റാണ്. മലയാളം അറിയാത്തത് കൊണ്ടാണ് തനിക്ക് വാദിക്കാൻ കഴിയാഞ്ഞതെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പേഴ്സണൽ തിങ്സ് എല്ലാം ബിഗ് ബോസ് തിരിച്ചു കൊടുത്തു. അസൂയക്കാരാണ്, എല്ലാവർക്കും കുശുമ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ബിഗ് ബോസ് പലവട്ടം വാർണിംഗ് ചെയ്തിട്ടും മിക്കവരും അവരുടെ ചെറിയ ചെറിയ സാധനങ്ങളോ എന്തെങ്കിലും പേഴ്സണൽ തിങ്സ് ഒക്കെ അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഒരു വാർണിംഗ് തരില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു കോമഡി പീസായിട്ട് തോന്നുന്നത് നിവിനാണ്. നിവിൻ അല്പം വട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ കോസ്റ്റ്യൂം കൊടുക്കാത്തത് കൊണ്ട് കോൺഫിഡൻസ് കുറഞ്ഞ പോലെയാണ് നടക്കുന്നത്. എല്ലാ കോസ്റ്റ്യൂംസിനും അതിൻ്റെതായ ഭംഗിയുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും മോശപ്പെട്ട വസ്ത്രമൊന്നും കൊടുത്തായിട്ട് തോന്നുന്നില്ല. മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഷാനവാസും അനീഷും തമ്മിലാണ്. ഷാനവാസ് അനീഷിനെ നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അനീഷ് മോശമൊന്നുമല്ല. അങ്ങനെ അവർ തമ്മിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അനീഷിനെ ചൂൽ എന്ന് വിളിച്ചത്. ആ സീൻ നന്നായിട്ട് കാണേണ്ടതാണ്. പക്ഷെ അനീഷിനത് മനസ്സിലായോ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൽ പറയേണ്ടത് ആര്യനാണ്. ആര്യൻ നല്ലൊരു ഗെയിമറാണ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗെയിമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നിവിടെ വീക്ക്ലി ടാസ്ക് നടന്നു. വീക്ക്ലി ടാസ്കിൽ അക്ബറിനാണ് വിൻ ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുത്തുന്ന കട്ടിൽ ഡേഞ്ചർ സോണിൽ എത്തിക്കുക, അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നൈറ്റ് എല്ലാവരും ഉറങ്ങാതിരുന്ന് അത് നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പ്രാവശ്യം അവർ അതിനുള്ള അറ്റംപ്റ്റും നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർക്കാർക്കും അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഗീവ് അവേ പോലെ നടന്നൊരു ഇതാണല്ലോ വീക്ക്ലി ടാസ്ക്. അപ്പം അതിൽ രഞ്ജിത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇതിൽ അനുമോള് പറയുന്നുണ്ട് അക്ബറിനെ പറ്റി വളരെ മോശമായിട്ട്. അക്ബറിനെ ഒട്ടും ഇഷ്ടമല്ലെന്നും അക്ബറിൻ്റെ നോട്ടം കോഴികളെ പോലെയാണെന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. എന്തോ അത്ര സൂക്ഷിച്ച് നോക്കുന്നു അങ്ങനെയൊക്കെ. അത് ഗേൾസിൻ്റെ ഒരു ഗ്യാങ് ആയിട്ടിരുന്നിട്ട് ഗേൾസ് അങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അവരും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത്. അത് മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.